ഫെമിനിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീത്വം എന്ന് പറയുന്നത്. ഇപ്പം ഇത്രയും വലിയൊരു ജേർണി കഴിഞ്ഞ് ഇപ്പം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സ്ത്രീയായി മാറിക്കഴിയുമ്പോൾ സ്ത്രീത്വം എന്ന് വെച്ചാൽ ശരിക്കും ഇപ്പം എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഞാൻ എൻ്റെ സ്ത്രീത്വം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശരി, ബിക്കോസ് ഞാൻ ഐ എം സോ പ്രൗഡ് മൈസെൽഫ് ഫസ്റ്റ് ഓഫ് ഓൾ. ബിക്കോസ് ഇപ്പം ഞാൻ ദുബായിലാണല്ലോ. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു എന്താ പറയുക, അത് ഞാൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം ഞാൻ അഭിമാനം, ഞാൻ ഈ സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഓ മൈ ഗോഡ്, ഞാൻ എത്രയോ കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള എൻ്റെ ജേർണി ഇറ്റ് വാസ് സോ സ്ട്രഗ്ലിങ്. ഐ കൻ എക്സ്പ്ലെയിൻ ബിക്കോസ് അത് അത്രത്തോളം ഉണ്ട്. അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താലും ഒരു തുള്ളി കണ്ണീര് എവിടെ നിന്നെങ്കിലുമൊക്കെ വരും. അത് വരാതിരിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ കരച്ചിലോടുകൂടി തുടങ്ങാറുണ്ട്. ബട്ട് ഇപ്പോൾ എനിക്കതങ്ങനെ അത് യൂസ്ഡായി. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എന്താ പറയുക, ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോഴും അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഇൻ്റർവ്യൂവിന് വരുമ്പോഴും ഒക്കെ ഞാൻ ആസ്വദിക്കുന്നത് ആ ഇൻ്റർവ്യൂവിൻ്റെ ടോപ്പിക്കുകളല്ല, എൻ്റെ സ്ത്രീത്വമാണ്. ബിക്കോസ് എനിക്കിങ്ങനെ വന്നിരിക്കാൻ കഴിഞ്ഞല്ലോ. ഐ തിങ്ക് എൻ്റെ ഒരു ആ സ്ട്രഗ്ലിങ്ങിൻ്റെ റിസൾട്ടായിരിക്കാം, ബ്ലെസ്സിങ് ഫ്രം ഗോഡ്, എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ആയിരിക്കാം. ഐ ഡോണ്ട് നോ, എനിക്ക് എന്താണ് ഇതിൻ്റെ കംപ്ലീറ്റ്ലി റീസൺ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ദെൻ എന്തായാലും ഞാൻ പൊരുതുകയായിരുന്നു. ബിക്കോസ് ഒരു 2 year ബാക്ക് ആസ് എ പേഴ്സൺ രഞ്ജിമാർ എന്ന് പറയുന്ന വ്യക്തി കംപ്ലീറ്റ്ലി ദുബായിൽ നിന്ന് ബാക്ക് ഓൺ ചെയ്യേണ്ട ഒരു സാഹചര്യം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒട്ടും എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് അപ്പുറത്തുള്ളൊരു കാര്യമായിരുന്നു. 36 മണിക്കൂറോളം ഞാൻ ദുബായ് എയർപോർട്ടിൽ ഞാൻ ചെക്ക് ഓൺ ആയി. അപ്പോൾ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ബാക്ക് ടു ഇന്ത്യ, ഇത് മാത്രമേ ഓപ്ഷനുള്ളൂ. അവിടെ നിന്ന് എൻ്റെ സിൻസിയാരിറ്റി അല്ലെങ്കിൽ ഹൂ ആമായി ഞാനത് തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ മറ്റുള്ളവരത് തിരിച്ചറിഞ്ഞ് എനിക്ക് ദുബായിലേക്ക് എൻട്രി കിട്ടുക എന്നുള്ളത് ഇറ്റ് വാസ് സോ എനിക്കത് എങ്ങനെ അത് എപ്പോഴും എൻ്റെ ലൈഫിൽ ഞാൻ ഈശ്വര, ഞാനിപ്പോൾ ഇവിടെ ഒരു സലൂൺ ഓപ്പൺ ചെയ്ത് ഇവിടെ വന്ന് കുറേ ബ്രൈഡൽ വർക്കുകൾ ചെയ്യുന്നു, അവാർഡ് ഫങ്ഷനുകൾക്ക് മേക്കപ്പ് ചെയ്യുന്നു. ഇതെല്ലാം എനിക്ക് സ്വപ്നത്തിലായിപ്പോയേനെയായിരുന്നു. ഒരുപക്ഷെ ഞാൻ അന്ന് ബാക്ക് ടു ഇന്ത്യയിലേക്ക് പോയിരുന്നെങ്കിൽ പിന്നീട് എനിക്ക് ഒരിക്കലും ദുബായിലേക്ക് വരാൻ കഴിയുമോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ദാറ്റ്സ് വൈ ഐ എം സോ ഹാപ്പി ടു ഹിയർ. ഇപ്പം ഞാനൊരു ഇൻവെസ്റ്ററാണ്. ഇൻവെസ്റ്റർ വിസയിലാണ്. അത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ഐഡന്റിറ്റി മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓക്കെ, എൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ള കുറച്ച് ചിന്തകളുണ്ട്. സ്ത്രീ എന്നാൽ ഇങ്ങനെയാണ്, സ്ത്രീത്വം എന്നാൽ ഇങ്ങനെയാണ്. പക്ഷെ ഇത്രയും വർഷം കഴിഞ്ഞ് ഇത് ആസ്വദിക്കുമ്പോൾ നമ്മൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടായിരിക്കണമെന്നില്ല സ്ത്രീത്വം. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാണ് നമ്മുടെ ഒരു ഐഡന്റിറ്റി. അപ്പം അതിൽ എന്തൊക്കെ വ്യത്യാസമാണ് ഇത് ഇവോൾവ് ചെയ്യുമ്പോൾ വന്നിട്ടുള്ളത്? എൻ്റെ മുന്നിലെ സ്ത്രീ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. സ്ത്രീത്വം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ രൂപമാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സിസ്റ്ററാണ്, എൻ്റെ ബന്ധുമിത്രാദികളാണ്. അത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ സ്കൂൾ മേറ്റ്സുകളാണ്, എൻ്റെ സഹപാഠികൾ കുറേ പേരുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ മുന്നിലെ ഉദാഹരണങ്ങളായിട്ട് സ്ത്രീകൾ നിൽക്കുന്നത്. പട്ടുപാവാടയും ബ്ലൗസും ഇട്ട്, അല്ലെങ്കിൽ മാറിടങ്ങൾ കാണിക്കാതെ സാരി ഉടുത്ത്, ചന്ദനക്കുറി തൊട്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അമ്പലം, പൂജ, തേവാരം, പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ മാറിക്കിടക്കുന്ന വീട്, അതിപ്പോഴും നിലനിന്ന് പോകുന്നൊരു ഫാമിലിയാണ് എൻ്റെത്. പറഞ്ഞാൽ ആൾക്കാർ കളിയാക്കും, ഇതെന്താണ്. സത്യം, ഇപ്പോഴും എൻ്റെ വീട്ടിൽ ആ ആചാരം നടത്തിക്കൊണ്ട് പോകുന്നൊരു സാഹചര്യമാണ് എൻ്റെ അമ്മയ്ക്കുള്ളത്. ബട്ട് അവിടെ നിന്നൊക്കെ ഞാൻ ഇങ്ങനെ പോയി ആ സ്ത്രീത്വത്തിൻ്റെ ഉദാഹരണങ്ങൾ ഇന്നത് കാറ്റഗറൈസ് ചെയ്ത് വെക്കേണ്ടതല്ല എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തു. ബിക്കോസ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഹൂ ആമായി, നമ്മൾ അതാണ് എപ്പോഴും ചിന്തിക്കേണ്ടത്. ഞാൻ ആരാണ് എന്നുള്ളതാണ്. അവിടെ നിന്നാണ് എൻ്റെ സ്ത്രീത്വം ഉത്ഭവിക്കുന്നത്. അല്ലാണ്ട് ഈ പുറം കാഴ്ചകളോ അല്ലെങ്കിൽ പഠിച്ചു വച്ചിരിക്കുന്ന ചില ആചാരങ്ങളോ ഇതൊന്നുമല്ല നിർണ്ണയിക്കേണ്ടത്. നമ്മളെ തിരിച്ചറിയുന്നതിൽ നിന്നാണ് നമ്മുടെ സ്ത്രീത്വം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഘട്ടങ്ങളിലൂടെയാണ് എൻ്റെ സ്ത്രീത്വം ഞാൻ ആസ്വദിച്ചു പോകുന്നത്.
അപ്പം ഞാനൊരു സ്ത്രീയായി പൂർണ്ണമായിട്ട് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ടീനേജ് പെൺകുട്ടിയായിട്ടാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഒരു 22-23 വർഷങ്ങൾക്ക് മുമ്പ് ഞാനെടുത്ത തീരുമാനം, യെസ് ആം എ വുമൺ, ഞാൻ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, എന്നിൽ എന്തോ മാറ്റങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അതിലേക്ക് മാറുമ്പോൾ കംപ്ലീറ്റ്ലി എൻ്റെ അമ്മ എങ്ങനെയായിരുന്നു, എൻ്റെ ചേച്ചി എങ്ങനെയായിരുന്നു, ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. പിന്നീട് എൻ്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റുകൾ ഇങ്ങനെ പല തരങ്ങളിൽ ഇങ്ങനെ തട്ടി പോകുമ്പോൾ അവിടെ നിന്നൊക്കെ കുറേ മാറ്റങ്ങൾ എനിക്ക് ഉൾക്കൊള്ളേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സിറ്റുവേഷനാണത്. ആ സിറ്റുവേഷൻ എനിക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നപ്പോൾ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എനിക്കും എടുത്ത് കളയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീ ഇങ്ങനെ ഇരിക്കണം എന്ന് എനിക്ക് അങ്ങനെ ഒരു നിയമം എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടോ? ഒരിക്കലും. പക്ഷെ നമ്മളുടെ കുറെ ഈ പറയുന്ന കണക്ക് നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ പറഞ്ഞു വെക്കുന്ന നമ്മൾ കാര്യങ്ങൾ, സ്ത്രീ ആണെങ്കിൽ അങ്ങനെ ഇരിക്കണം, രാവിലെ എഴുന്നേറ്റ് ഭർത്താവിന്റെ കാല് തൊടണം, കണ്ണിൽ വെക്കണം, കുളിച്ചിട്ട് അടുക്കളയിൽ കയറണം, ചായ ഉണ്ടാക്കണം, ആദ്യം ഭർത്താവിന് കൊടുക്കണം, പിന്നെ ഭർത്താവിന്റെ അമ്മയ്ക്ക് കൊടുക്കണം. ഇറ്റ്സ് ഇതെല്ലാമാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ വരുന്നത്. ബട്ട് അതെല്ലാം ഒരു സാഹചര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഈക്വാലിറ്റിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പം അവിടെ സ്ത്രീ മാത്രം ചായയിടണം അല്ലെങ്കിൽ സ്ത്രീ മാത്രം ഒതുങ്ങി ജീവിക്കണം എന്ന് പറയുന്ന ഇത് ഈ പോയിന്റ് വരുമ്പോഴേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. ബിക്കോസ് എപ്പോഴും ഒരു പുരുഷനെ സംബന്ധിച്ച് സ്ത്രീ എപ്പോഴും കന്യകയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവന്മാർ, അല്ലെങ്കിൽ അവകാശപ്പെടുന്നവന്മാർ. 100-ൽ ഒരു 99% പുരുഷന്മാരും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. എനിക്ക് അനുഭവം അതാണ്. അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടാകാൻ പാടില്ല, ആ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ അവൾ ചായ കുടിക്കാൻ പോയിട്ടുണ്ടാവരുത്, അവൻ്റെ കൂടെ സിനിമ കാണാൻ പോകരുത്, അവൻ്റെ തോളത്ത് കൈയിട്ടിട്ടുണ്ടാവരുത്. ഇതെല്ലാം ഇവർക്ക് ഇറിറ്റേഷനാണ്. അറ്റ് ദ സെയിം ടൈമിൽ ഈ പുരുഷന്മാർക്ക് അവരുടെ കൂടെ ചായ കുടിക്കാൻ പോകാം, കല്യാണങ്ങൾക്ക് പോകാം, എവിടെ വേണമെങ്കിലും ടൂറ് പോകാം, ഒരുമിച്ച് റൂം ഷെയർ ചെയ്യാം. സോ വാട്ട് എവർ ഇറ്റ് ഈസ് അത് നമ്മൾ ചിന്തിക്കുന്നില്ല, അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല. ബട്ട് ഒരു ഫീമെയിലിനെ സംബന്ധിച്ച് ഇതിനെല്ലാം ഒരു അതിർവരമ്പ് കെട്ടിയിടുന്ന ഒരു ലോകമാണ് അല്ലേ? അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീ ഇങ്ങനെ ഇരിക്കണം എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥമുണ്ടോ? ഇല്ല, ഒരിക്കലും അർത്ഥമില്ല. സി അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാവരും മനുഷ്യർ തന്നെയാണ്, എല്ലാവർക്കും ഒരേ സ്വാതന്ത്ര്യവും തീർച്ചയായിട്ടും. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. നമ്മൾ എത്ര അത് എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു പരിധിക്കപ്പുറം നമ്മുടെ സമൂഹത്തെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പാടാണ്. അല്ല, ഇപ്പൊ നമുക്കിപ്പോ പഴയ ഒരു സാഹചര്യം അല്ലെങ്കിൽ പഴയ ഒരു ആചാരം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണും പെണ്ണും പഠിക്കുന്ന സ്കൂളുകളിൽ അവർക്ക് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അവർക്ക് ഒരുമിച്ച് ഇപ്പൊ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പം ഞാനൊരു മെയിൽ ബോഡിയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പം ആ സമയത്ത് പോലും എൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠി കൂട്ടുകാരികളെ അമ്പലങ്ങളിൽ ഉത്സവപ്പറമ്പിൽ വെച്ച് കണ്ടാൽ പോലും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ഇവനിപ്പോൾ സ്കൂളിൽ പോലും സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ സംസാരിക്കാൻ പോകുമ്പോഴും അതിനെന്തോ ഒരു അതിർവരമ്പ് കെട്ടിയിട്ടുണ്ട്. പെൺകുട്ടികൾ ഇങ്ങോട്ടും വരാൻ പാടില്ല. ഇപ്പൊ ആ ഒരു കാഴ്ചപ്പാടുകൾ മാറിയില്ലേ? അപ്പൊ ആ ഒരു അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ത്രീ ഇങ്ങനെ ഇരിക്കണം എന്ന് പറയാനും പറ്റില്ലല്ലോ. ഇല്ല, ഒരിക്കലും പറയില്ല. പണ്ട് സ്കൂളുകളിൽ ബെഞ്ചിൽ നമ്മൾ ഇരിക്കില്ല, രണ്ട് സെക്ഷൻ ആയിട്ടാണ്. പെൺകുട്ടികൾ ഒരു വശത്തും ആൺകുട്ടികൾ മറുവശത്തും, അങ്ങനെയായിരുന്നു. ഇപ്പം എന്താ പറയാ, മിക്സഡായിട്ട് പോകുന്നു. സാറ്റർഡേ സൺഡേ കിട്ടി അവർ ഒരുമിച്ച് സിനിമകൾക്ക് പോകുന്നു, ടൂർ പോകുന്നു, ഒരുമിച്ച് ഹോട്ടലിൽ റൂം എടുക്കുന്നു, ഒരുമിച്ച് റൂം ഷെയർ ചെയ്യുന്നു. ഇതെല്ലാം സാഹചര്യങ്ങളിലായിട്ട് മാറി വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ മാത്രം ഇങ്ങനെ ഇരിക്കണം എന്ന് പറയുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഐഡൻറ്റിറ്റി, എൻ്റെ ഐഡൻറ്റിറ്റി ഇതാണെന്ന് അറിയുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ സ്ട്രഗിൾ ഉണ്ട്, ഇമോഷണൽ ചാലഞ്ച് ഉണ്ട്. ഇത്രയും നാൾ ആൾക്കാർ എന്നെ കണ്ട രീതിയിലല്ല ഞാൻ എന്നുള്ള സ്വയം തിരിച്ചറിവുണ്ട്. അത് തിരിച്ചറിഞ്ഞ ഒരു പോയിന്റിൽ ആ ദിവസം എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്? നമുക്കിപ്പോൾ ഓരോന്നിനും ഒരു ഉദാഹരണങ്ങൾ പറയാം. ഫോർ എക്സാമ്പിൾ എന്ന് നമ്മൾ മിക്കപ്പോഴും പറയാറുണ്ട്. ബട്ട് ഈ ഒരു മെൻ്റൽ സ്ട്രെസ് എങ്ങനെയാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റില്ല. അതെങ്ങനെയാണ് എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൈഗ്രെയിൻ വരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. മൈഗ്രെയിൻ ഉള്ള ഒരാളാണ് ഞാനെന്നുണ്ടെങ്കിൽ അത് ഊഹിക്കാൻ പറ്റും അല്ലേ? ഒരു മരണം, വീട്ടിൽ അച്ഛൻ മരിച്ച സാഹചര്യത്തിൽ ഞാൻ അനുഭവിച്ച വേദന, അച്ഛൻ മരിച്ചപ്പോൾ ഞാനും അനുഭവിച്ച വേദന എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും ഇല്ലേ? ഇപ്പം എൻ്റെ കാല് മുറിഞ്ഞു, 5 സ്റ്റിച്ച് ഇട്ട്, ആ സമയത്ത് ഞാൻ കാല്
പൊക്കി വെച്ച് നടന്ന് അതുപോലൊരു എക്സാമ്പിൾ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് ഊഹിക്കാൻ പറ്റും എൻ്റെ വേദന എത്രത്തോളമാണ്. ബട്ട് ഈ ഒരു വേദന നമുക്ക് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല, അത് ആരോടും പറയാൻ പറ്റില്ല. എങ്ങനെ പറയുന്ന ഉദാഹരണം എവിടെ കാണിച്ചു കൊടുക്കും? ഉദാഹരണം നമ്മൾ തന്നെയാണ് അനുഭവിക്കുന്നത് അല്ലേ? ഇപ്പം രാത്രി ആയി കഴിഞ്ഞാൽ ഈശ്വര എന്തിനാണ് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് സ്വയം ചോദിച്ച് നീറി ജീവിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഈ ഒരു ജെൻഡർ ചേഞ്ചിൻ്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത്. ആ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ, ഐ കാൻ എക്സ്പ്ലെയിൻ, ബിക്കോസ് അത് അത്രത്തോളമാണത്. ഇവനിപ്പോൾ ഒരാൾ നോക്കുമ്പോൾ നമ്മളെ ചോർന്ന് തിന്നുകയാണ്. എന്താ ഇങ്ങനെ അവജ്ഞയാണോ അല്ലെങ്കിൽ വെറുപ്പാണോ അല്ലെങ്കിൽ സഹതാപമാണോ ദേഷ്യമാണോ എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. ആ സമയത്ത് നമ്മളുടെ മനസ്സിനകത്ത് വരുന്ന ആ ഒരു വീർപ്പുമുട്ടലുണ്ട്, ചങ്ക് പൊട്ടിപ്പോകുമെന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു അവസ്ഥ. എന്തിനാ എന്ന് ദൈവത്തോട് ചോദിക്കുന്ന ഒരു അവസ്ഥ. ഇറ്റ് വാസ് ഹൊറബിൾ. ഫാമിലിയിൽ ആദ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ആരോടാണ്? എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു ഒരു കോൺവെർസേഷൻ? എൻ്റെ അമ്മയോട് തന്നെ. എൻ്റെ അമ്മയോട് തന്നെ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ പെൺകുട്ടിയാണ്, എനിക്കിനി ആൺകുട്ടികളെ പോലുള്ള ഡ്രസ്സുകൾ എടുത്ത് തരണ്ട, എനിക്ക് ചേച്ചിക്ക് എടുക്കുന്നത് പോലെ ഫ്രോക്കുകൾ എടുത്താൽ മതി. അതൊരു കുട്ടിത്തം ആയിട്ട് അമ്മ കരുതി. പക്ഷെ പോകെ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഫാമിലിക്കും മനസ്സിലായി ഇത് പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളത്. ദെൻ എവിടെയൊക്കെ വെച്ച് ഞാൻ എൻ്റെ ചിന്താഗതികൾ മാറ്റാൻ ശ്രമിച്ചിരുന്നു. ഇത് റൈറ്റ് അല്ല എന്ന് എനിക്കൊരു സ്വയം ഒരു തോന്നൽ വന്നിരുന്നു. ഞാൻ എൻ്റെ ഹൈസ്കൂൾ ലെവലിലേക്കൊക്കെ എത്തിയപ്പോഴത്തേക്ക് എന്നിൽ മാത്രം എന്താ ഇങ്ങനൊരു വ്യത്യാസം, അവൻ അങ്ങനെയല്ലല്ലോ, കൂടെ പഠിക്കുന്ന സുരേഷ് അങ്ങനെയല്ലല്ലോ, ബാബു അങ്ങനെയല്ലല്ലോ, പ്രസാദ് അങ്ങനെയല്ലല്ലോ, അജി അങ്ങനെയല്ലല്ലോ, വിമൽ അങ്ങനെയല്ലല്ലോ എന്ന് ഞാൻ സ്വയം ചിന്തിക്കാൻ തുടങ്ങി. അവിടെ ഞാൻ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് എൻ്റെ ഫ്രണ്ട്സ് ഹേമയുണ്ട്, സജീനയുണ്ട്, ബിന്ദു ഉണ്ട്, ദീപയുണ്ട്, അങ്ങനെ ഓരോരുത്തരെ നിൽക്കുമ്പം അവരിലും എന്നിലും വ്യത്യാസം. വൈ ഞാൻ പെണ്ണാണ്, ബട്ട് ഞാൻ ഹേമയെ പോലെ അല്ല, ഞാൻ ആണാണ്, ഞാൻ എന്നാ വിമലിനെ പോലെയല്ല. എന്താണ് ഈ ഇതിൻ്റെ ചേഞ്ചിൻ്റെ ഫീലിംഗ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം ഞാൻ സ്വയം പിന്മാറാൻ ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. അവിടെ ഞാൻ തോറ്റുപോയി. എൻ്റെ എഡ്യൂക്കേഷൻ ഇങ്ങനെ പോകെ എനിക്ക് മനസ്സിലായി തുടങ്ങി, ഇതൊരിക്കലും എനിക്കതൊരു എവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ സ്ത്രീ ആണെന്ന് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ചേച്ചിയെ പോലെ പട്ടുപാവാടയും ബ്ലൗസ് കൊടുക്കണം, അമ്പലത്തിൽ പട്ടുപാവാട ഉടുത്തു പോകണം. അപ്പോൾ അതൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഒരു പാൻറ് ഷർട്ടിനകത്ത് ഒരു ഫാൻസി ഡ്രസ്സ് പോലെയാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ ജീവിച്ച് കഴിഞ്ഞ് 22 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എടുത്ത ഒരു ഡിസിഷനാണ് ഇന്നിവിടെ നമ്മൾ തമ്മിലിരിക്കുന്നത്. അല്ല, അത് ഈ 22 വർഷത്തെ ജേർണി എന്ന് പറയുന്ന ഒരു ഈസി ജേർണി അല്ലല്ലോ. നോ, ദാറ്റ് ഈസ് എ പ്രോസസ്സിംഗ്. ഒരു എവല്യൂഷൻ ആണ് നമുക്ക് പറയാം, നമ്മുടെ ഒരു ഐഡന്റിറ്റിയിലേക്ക് പോകുന്ന. അത് ഒരിക്കലും പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രി ഇതുപോലത്തെ ഒരു വലിയൊരു ഇൻഡസ്ട്രിയിലേക്ക് വരിക, ഇപ്പം ഹേമ കമ്മിറ്റിയൊക്കെ നിലനിൽക്കുന്ന പോലത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ മിസ്ബിഹേവിങ് ചെയ്യും, മിസ്യൂസ് ചെയ്യും എന്നൊന്നും അറിയപ്പെടാത്ത ഒരു കാലഘട്ടത്തിലാണെന്ന് ഓർക്കണം. എന്നിട്ട് എവിടെയൊക്കെ കാലുകൾ ഇടറിപ്പോയിട്ടുണ്ട്. സോ വാട്ട് എവർ, അതെല്ലാം എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് മാത്രമേ ഞാൻ അതിനെയൊക്കെ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് അതിനെതിരെ ഇപ്പോൾ എനിക്ക് പൊരുതാൻ പറ്റും, അന്ന് എനിക്ക് പൊരുതാൻ പറ്റില്ലായിരുന്നു. സ്ത്രീയായി മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു സൗഹൃദം, അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി, ഇതിന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഇപ്പോൾ അവരുമായിട്ടുള്ള ഒരു എൻ്റെ വീട്ടിൽ എന്നെ ഒരു എന്താ പറയുക, എൻ്റെ ഫാമിലിയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗേളായിട്ടാണ് എന്നെ കാണുന്നത്. എൻ്റെ ഫാമിലിയിൽ എല്ലാവരും പറയും നമ്മുടെ ഫാമിലിയിൽ ഏറ്റവും സുന്ദരി ആരാന്ന് വെച്ചാൽ നീയാണെന്ന്. അപ്പോൾ എൻ്റെ കുഞ്ഞമ്മയുടെ മക്കളും എൻ്റെ വല്യമ്മയുടെ മക്കളും ഒക്കെ പറയുമ്പോൾ എനിക്ക് അത് കേൾക്കുന്നത്. പിന്നെ എൻ്റെ ചേച്ചിയുടെ മക്കള്, ചേച്ചി മരിച്ചപ്പോൾ രഞ്ജുമ എന്ന് വിളിച്ചുകൊണ്ടിരുന്നവർ എന്നെ അമ്മയെന്ന് വിളിച്ചു തുടങ്ങി. പേര് ചേർക്കാതെ അമ്മയായി, ചേച്ചി മരിച്ചു പോയല്ലോ. അപ്പോൾ ആ ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനാണല്ലോ. അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ച്
ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അമ്മ പറയുമ്പോൾ, അമ്മ മറ്റുള്ളവരോട് എന്നെപ്പറ്റി പറയുമ്പം അവളെ കാര്യം പറയുമ്പോഴെന്താ പറയുക, അവൾ അങ്ങനെയായിരുന്നു, അവൾ ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്ന കേക്ക് ഞാൻ ചിലപ്പോൾ മുകളിലേക്ക് കയറി പോകുന്ന സമയമായിരിക്കും, അവളെവിടെ പോയിട്ട് വന്നതാണ്, അവളെൻ്റെ അടുത്ത് പറഞ്ഞു, അവളൊരു വാക്ക് പറയത്തില്ല, ഭക്ഷണം കഴിച്ചോ, അവൾ മര്യാദയ്ക്ക് ഉറങ്ങുന്നുണ്ടോ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഐ ആം സോ ഹാപ്പി. ബിക്കോസ് എൻ്റെ അമ്മ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഒരാൾ വേണ്ട അല്ലേ, അത് തന്നെ പൂർണ്ണതയിലെത്തി എന്ന് വേണം പറയേണ്ടത്. അതെ അതെ അതെ, എനിക്ക് തോന്നുന്നു ആ ചേച്ചിയുടെ മക്കൾ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ അറിയാതെ ഒരു ചേച്ചിയുടെ മക്കൾ വിളിക്കുന്നത് മാത്രമല്ല, ചേച്ചിയുടെ മക്കളും മക്കളുടെ മക്കളും എന്നെ വിളിക്കുമ്പോൾ എനിക്കൊരു എന്താ പറയാ, ഒരു ഗ്രാൻഡ് മദർ ആകാനുള്ള പ്രായമോ ഒന്നും ആയിട്ടില്ല, എന്നാൽ പോലും ഞാനത് ആസ്വദിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നമ്മൾക്ക് ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്ന 2024 എങ്കിൽ പോലും അപ്പം ഈ ചില സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ് എക്സ്പീരിയൻസ്, ഇതിനെ ശരിക്കും എന്ത് ഇമോഷണൽ ടൂൾ ഉപയോഗിച്ചിട്ടാണ് അതിന് സർവൈവ് ചെയ്തത്? അന്നും ഇന്നും എനിക്ക് തെറ്റ് കണ്ടാൽ തെറ്റാണ് എന്ന് നിലപാടുകൾ എടുക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പം ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും പൊതു ഇടങ്ങളിലാണെന്നുണ്ടെങ്കിലും എനിക്ക് നേരെ ചൂണ്ടുന്ന കൈകളിൽ സത്യമുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ തല താഴാറുള്ളൂ. സത്യമില്ല എന്നുണ്ടെങ്കിൽ അതേ നാണയത്തിൽ ഞാൻ കൈ ചൂണ്ടി സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് ഇൻസിഡൻറ്റുകൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മനുഷ്യരുടെ കാഴ്ചപ്പാടുകൾ മാറ്റിക്കൊടുക്കാൻ അത്തരം നിലപാടുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അതർവൈസ് ഞാൻ ഒതുങ്ങിയിരുന്നു, അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് ഞാൻ സ്വയം ഒതുങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് രഞ്ജുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണറെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് തന്നെയാണല്ലോ എൻ്റെ ലൈഫിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതും. അന്ന് ഞാൻ തല താഴ്ത്തി തിരിച്ചു പോകേണ്ടി വന്നിരുന്നുവെങ്കിൽ ഇന്ന് ദുബായിൽ എൻ്റെ സലൂണ് പ്രവർത്തിക്കില്ലായിരുന്നല്ല. നമ്മൾ ജീവിതത്തിൽ വീണു പോകുന്ന ചില അവസരങ്ങൾ, ഇപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ആരുടെയും സഹായം സ്വീകരിക്കാറില്ല അല്ലെങ്കിൽ ഞാൻ ആരെയും ആശ്രയിക്കാറില്ല, അങ്ങനെ നമ്മൾ പൊതുവെ പറയാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ മനുഷ്യരാണല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ തകർന്നു പോകുമ്പോൾ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് അല്ലെങ്കിൽ ഒരു മെൻ്റലി ആയിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിരിക്കാം നമുക്ക് കിട്ടേണ്ട ഒരു ആവശ്യകതയുണ്ട്. എങ്ങനെയാണ് രഞ്ജുവിൻ്റെ ഒരു കാഴ്ചപ്പാട്? നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് അതൊരു അല്ലല്ല, ഒരിക്കലും അല്ല. നമുക്ക് ജീവിക്കാൻ നമ്മൾ മാത്രം മതി എന്നെടുക്കുന്ന ഡിസിഷൻ വളരെ റോങ് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ വേണം, താങ്ങായിട്ടും തണലായിട്ടും ആരെങ്കിലുമൊക്കെ വേണം, ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പം എൻ്റെ സർജറി കഴിഞ്ഞു. ആ സർജറി കഴിയുന്ന സമയത്ത് ശരിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു നൂൽപ്പാലത്തിലൂടെ നടക്കുന്ന അവസ്ഥയാണ് ഒരു സർജറി. ഒരു ബോഡിയെ മറ്റൊരു ബോഡിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സർജറിയാണ്. ഇറ്റ് വാസ് സോ ഡിഫിക്കൽട്ട് സർജറി. അപ്പോൾ ആ സർജറി കഴിയുമ്പോൾ നമ്മളെ ഒരു കുഞ്ഞിനെ പോലെ പരിപാലിക്കണം. ഒരു കുഞ്ഞ് പുതിയ ജന്മം എടുത്തിരിക്കുവാണ്. ആ കുഞ്ഞിനെ എങ്ങനെയൊക്കെയാണ് കൊണ്ട് നടക്കേണ്ടത് അതുപോലെ കൊണ്ട് നടക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ മക്കളായിട്ടുള്ള സൂര്യ, ഹരണി, ജാനകി, അങ്ങനെ ഓരോരുത്തരും, അനു, എന്നെ ഇങ്ങനെ പൊന്നുപോലെ കൊണ്ട് നടക്കുന്നവരായിരുന്നു ഇല്ലേ. എൻ്റെ എന്താ പറയുക, ബാത്റൂമിൽ പോയാൽ കഴുകി തരുന്നത് പോലും അവരായിരുന്നു. എനിക്ക് വേണ്ടുന്ന പോഷകാഹാരങ്ങൾ, എന്നെ കുളിപ്പിക്കുക, എൻ്റെ തല തോർത്തി തരിക, എനിക്ക് കൃത്യമായിട്ടുള്ള മരുന്നുകൾ എടുത്തു തരിക, ഇതെല്ലാം ചെയ്യുന്നത് അതെല്ലാം ആശ്രയമല്ലേ, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലൊരു ആശ്രയങ്ങളാണ് അത്. അതുപോലെ നമ്മൾ ലൈഫിൻ്റെ ഓരോ പാർട്ടുകളിലേക്ക് പോയി നമുക്ക് ചില സമയത്ത് നമ്മൾ പറയും, ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിച്ചു കൊള്ളാം എന്ന് എടുക്കുന്ന ചില ഡിസിഷൻസുകളുണ്ട്. അത് എന്തുകൊണ്ടാണ് അത്തരം ഡിസിഷൻസുകൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ അത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് മതിയായി. അതുകൊണ്ടാണ് ഒരാളിൻ്റെ പുറകെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആശ്രയിക്കുമ്പോൾ ആ ആശ്രയം നമുക്ക് കിട്ടുന്നില്ല എന്ന് കാണുമ്പോഴാണ് നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്. എന്ന് കരുതി ലോകത്ത് ആരുമില്ലാതെ ഞാൻ ജീവിക്കും എന്നുള്ളൊരർത്ഥമല്ല അതിന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എനിക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്കിതൊക്കെ ഒന്ന് പറയാനൊരിടം, ഞാനിത് പറയുമ്പോൾ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനൊരിടം, അതൊക്കെ എൻ്റെ ഒരു പില്ലറുകളാണ്. ആ പില്ലറുകൾ എനിക്ക് വേണ്ടുന്ന സമയങ്ങളിൽ ഇല്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷനാണ്. എന്തിനു വേണ്ടിയിട്ട് ഞാനിത് ആരോടാണ് പറയുന്നത്, ആര് കേൾക്കാനാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് എന്ന് പറയുന്ന ഒന്ന്
ചിന്തിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്താണ് ചിലർ പറയുന്നത് ആരും വേണ്ട, ഒറ്റയ്ക്ക് ഞാൻ ജീവിച്ചോളാം എന്ന് പറയുന്നത്. അല്ലാണ്ട് ആരുമില്ലാതെ ഇവിടെ ജീവിക്കാനൊന്നും ആർക്കും പറ്റില്ല. നമുക്ക് ആരെങ്കിലുമൊക്കെ വേണം, ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളൊരു വിശ്വാസത്തിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഓടാൻ കഴിയുന്നത് അല്ലേ. പിന്നെ ചില കാര്യങ്ങളിൽ ഇപ്പം നമുക്ക് തോന്നും, എനിക്കും തോന്നാറുണ്ട്, ഇപ്പം ഞാനൊന്ന് വീഴുമ്പോൾ എന്നെ ഒന്ന് കൈപിടിച്ചുയർത്താൻ ഒരാളുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കിടക്കാനേ ശ്രമിക്കും. എനിക്ക് ആരും കൈപിടിക്കാൻ വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പതുക്കെ എഴുന്നേക്കാൻ ശ്രമിക്കും. അതും കൂടി, അങ്ങനൊരു ഫാക്ടറും കൂടി ഇതിനകത്തുണ്ട്. ഇപ്പം ചില കാര്യങ്ങൾ, ഇപ്പം എന്നെ സംബന്ധിച്ച് സൗഹൃദങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരാളാണ്. എൻ്റെ സൗഹൃദങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടുകാരെ പോലും ഉപേക്ഷിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിൽ അതേ ദിവസം എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിൽ, എൻ്റെ സഹോദരിയുടെ ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്കായിരിക്കും. ആ ഫ്രണ്ടിന് എന്ത് സന്തോഷം കൊടുക്കാൻ കഴിയും, ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റിലൂടെ എൻ്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ എൻ്റെ പ്രസൻസിൽ അവരെ സന്തോഷിപ്പിക്കാൻ കഴിയും. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, എടുത്ത ഡിസിഷൻസുകൾ എനിക്ക് പലപ്പോഴും പാളിച്ച പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമുക്ക് ആരും ഇല്ലെങ്കിലും വേണ്ടിയില്ല, എങ്ങനെയും ജീവിച്ചു പോകാമെന്ന് എടുക്കുന്ന ഒരു തീരുമാനം ഉണ്ടല്ലോ, ദാറ്റ് ഇസ് സിറ്റുവേഷനാണ് ഒരു മനുഷ്യനെ മാറ്റി മറിച്ചും ചിന്തിപ്പിക്കുന്നത്.